ഫാത്തിഹയിൽ നമ്മൾ ഓതി വെച്ചത് ഏതായിരുന്നു ലാസ്റ്റ്? മറന്നുപോയോ? എവിടെ? എവിടെ? ആരൊന്നും പറഞ്ഞല്ലോ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അല്ലേ? നമുക്കൊന്ന് ഓതി നോക്കാം. അവിടം വരെ നമുക്കൊന്ന് ഓതി നോക്കാം. എല്ലാവരും ഒപ്പം ഓതണേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സദഖല്ലാഹുൽ അസീം. അവിടം വരെയാണ് നമ്മൾ ഓതി വെച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? എങ്ങനെയാണ് നമ്മൾ അവസാനത്തെ ആയത്ത് പറഞ്ഞത്? ഇഹ്ദീന ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. ഇഹ്ദീന. ആരെങ്കിലും കണ്ണാടിയിൽ നോക്കി ഒന്ന് പറഞ്ഞു നോക്കിയോ? ഏതെങ്കിലും സ്വാദും അതുപോലെ ത്വാവൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയോ? ജസ്റ്റ് ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ വെച്ചൊന്ന് പറഞ്ഞു നോക്കണം. സ്വാദ് പറയുമ്പോൾ ത്വാ പറയുമ്പോൾ ചുണ്ട് കുറുത്ത് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഒരിക്കലും എന്തല്ല? അല്ല. പിന്നെ ഉണ്ടോ? ചുണ്ട് കൂർത്ത് വരാത്ത രീതിയിൽ പറയും. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അൻഅംത എന്ന് പറഞ്ഞു നോക്കിയേ. അൻഅംതല്ല, അൻഅംത അലൈഹിം. അലൈഹിം എന്ന് പറഞ്ഞു കൊണ്ടുവിടാനും പാടില്ല. അലൈഹിം നോടി. സിറാത്തല്ലദീന അൻഅംത അലൈഹിം നോടി. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? സ്വാദ് ശ്രദ്ധിക്കണം, പിന്നെ ത്വാ ശ്രദ്ധിക്കണം. പിന്നെ ചില ആളുകൾ ഈ അല്ലദീന എന്ന് പറയുന്നിടത്ത് അല്ലസീന എന്നൊക്കെ ഓതും. ചിലർക്ക് ദാല് പറയാൻ കിട്ടൂല. അത് തെറ്റാണ്. അല്ലസീന അല്ല, അല്ലദീന. പിന്നെ അലൈഹിം എന്ന് പറഞ്ഞു നോക്കിയേ. എവിടെ നിന്നാണ് വരുന്നത്? തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരുന്ന അക്ഷരം. വേണമെങ്കിൽ തൊണ്ടയിലൊരു പിടുത്തങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ എന്ന് പറഞ്ഞ് ശബ്ദിക്കൂലേ? അത് തന്നെയാണ് ശബ്ദം. എന്ന് പറഞ്ഞു നോക്കിയേ. അലൈഹിം നോടി. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അടുത്തത് ഈ സിറാത്തല്ലദീന അൻഅംത അലൈഹിം മുതൽ വലദ്ദാല്ലീൻ വരെയുള്ളത് ഒരായത്താണ്. നല്ലത് ഒരു ശ്വാസത്തിൽ ഓതലാണ്. ഇനി എത്തൂല്ലെങ്കിൽ ഇടങ്ങേറാവണ്ട, നമുക്ക് മുറിച്ചോതാം. ഓക്കെ. പിന്നെ ഗൈരിൽ മഗ്ളൂബി അലൈഹിം. കുറച്ച് പ്രയാസമുള്ളൊരു ഭാഗമാണ്. നമ്മളിവിടെ ഉപയോഗിച്ച ആദ്യത്തെ വാക്ക് ഗൈർ. ആദ്യത്തെ അക്ഷരം എന്ന് പറഞ്ഞെല്ലാവരും. നമ്മൾ വായിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കില്ലേ? ഈ തൊണ്ടയുടെ മേലെന്നാണ് അത് വരിക. ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. ട്രൈ ചെയ്ത് നോക്കി. വായിൽ കുറച്ച് വെള്ളം ഉണ്ടെന്ന് നോക്കിക്കോളൂ. പിടിക്കിങ്ങനെ. എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി നോക്കി. അപ്പം തന്നെ അല്ല അത് വരിക. എന്തിനാ പഠിക്കുന്നത്? ഓ അല്ല. ചില ആളുകൾ ഗൈരിൽ മഗ്ളൂബി പറയും. ഓ ഇല്ല. പിന്നെന്തേ ഉള്ളൂ?
നോമ്പ് തുറന്നതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ തൊണ്ടവേനൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ഉപ്പ് വെള്ളമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കില്ലേ, അവിടെ നിന്നാണ് എന്ത് വരുന്നത്, ഗൈൻ വരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു നോക്കാം, ഗൈരി ഗൈരി ഗൈരി. ഈ റായിന് അടിയിൽ കെസ്റ് വന്നപ്പോഴാണ് എന്തായത്, അതിൻ്റെ ശബ്ദം റോ എന്നുള്ളതിൽ നിന്ന് നേർപ്പിച്ചുകൊണ്ട് രി എന്നായി മാറിയത്. എന്നാൽ അരീകരി എന്ന് പറയുന്ന രായുമല്ല, അരീകരി എന്ന് പറയുന്ന രീ അല്ല. ആ കനം കുറച്ചുകൊണ്ട് നമ്മൾ പറയും, അതിന് തർക്കൈക്ക് എന്ന് പറയും. ഇൻഷാ അല്ലാഹ് ആ നിയമങ്ങൾ വിശദീകരിക്കുമ്പോൾ അവിടേക്ക് പോകും. അപ്പോൾ ഗൈരിൽ വീണ്ടും ഗൈന് സുക്കൂനായിട്ട് വന്നു, മഗ് എന്ന് പറഞ്ഞൊക്കെ മഗ്. പിന്നെ ഇനിയുള്ള അക്ഷരാണ് വളരെ പ്രയാസമുള്ള ഒരക്ഷരം. അത് പറയും, അതിൻ്റെ പേര് ളാദ് എന്നാണ്. ഈ ളാദ് വരുന്നത് നമ്മുടെ ഈ നാവിൻ്റെ അരികില്ലേ, അത് ഈ മേലെ പല്ലിൽ, ഈ അണപ്പല്ലിനോട് തട്ടിച്ചിട്ടാണ് ളാദ് പറയേണ്ടത്. രണ്ട് സൈഡിൽ നിന്നും ആകാം, വലത്തുനിന്നും ആകാം, ഇടത്തുനിന്നും ആകാം. ഈ രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ പറയാൻ കഴിഞ്ഞിരുന്നതാണ് ഇമാം അലി തങ്ങൾ റളിയല്ലാഹു അൻഹു. നമുക്ക് അങ്ങനെ രണ്ട് ഭാഗത്തുനിന്നും പറയാൻ ചിലപ്പോൾ കഴിഞ്ഞോളെന്ന് വരില്ല. ഒന്ന് പറഞ്ഞു നോക്കിയാൽ ലോ ലോ ലോ. എനിക്ക് ഈ വലത്ത് സൈഡിൽ നിന്നാണ് കൂടുതൽ വരിക, അധികം ആളുകൾക്ക് അങ്ങനെയാണ് വരുന്നത്. എങ്ങനെ ലോ ലോ, എന്തൊക്കെ നാവിൻ്റെ അരിക് എവിടെ തട്ടിച്ചിട്ട്, ഈ അണപ്പല്ലിൻ്റെ തെല്ലി തട്ടിച്ചിട്ട് വരും ലോ. അപ്പോൾ ലി ലൂ. അപ്പോൾ എങ്ങനെ പറയും, ഗൈരിൽ മഗ്ലൂ മഗ്ലൂ. ഊ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ചുണ്ട് കൂർത്ത് വരണ്ടേ. അപ്പോൾ മഗ്ലൂ മഗ്ലൂബി എന്നുള്ളി, ഗൈരിൽ മഗ്ലൂബി മഗ്ലൂബി. മനസ്സിലായില്ല എന്നുള്ളി, ഗൈരിൽ മഗ്ലൂബി അലൈഹിം അലൈഹിം. പിന്നെ അത് കഴിഞ്ഞിട്ട് വലല്ലോ, അവിടെയും ഈ പറയുന്ന അക്ഷരം വന്നു. അവിടെ എന്തുണ്ട്, മദ്ദും കൂടിയുണ്ട്. മദ് എന്ന് പറഞ്ഞാൽ നീട്ടൽ നിർബന്ധമായൊരു മദ്ദാണ്, ലാസിമായ മദ്ദാണ് ഇവിടെയുള്ളത്. നീട്ടൽ നിർബന്ധ. അപ്പം എങ്ങനെ ഓതണം, വലല്ലോ ലീൻ എന്നുള്ളടത്ത് നീട്ടാം, അത് നിർബന്ധമല്ല, നീട്ടൽ നല്ലതാണ്. ലോ എന്നുള്ളടത്ത് നീട്ടൽ നിർബന്ധമാണ്. ഒന്നുകൂടി, വലല്ലീൻ, അവസാനം നൂന്. ഒന്നുകൂടി, വലല്ലീൻ. എവിടുന്നാണ് അത് വരുന്നേ, പറയും. നാവിൻ്റെ ഈ അരിക് എവിടെ തട്ടിച്ചിട്ട്, ഈ അണപ്പല്ലിൽ, മേലെ അണപ്പല്ലിൽ തട്ടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വാത് വരുന്നത്. രണ്ട് സൈഡിൽ നിന്നും ആവാം, നമുക്ക് വലത്ത് സൈഡാണ് ഏറ്റവും എളുപ്പമായി വരുന്നത്. الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇത്രയാണ് ഫാത്തിഹ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്നിങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് ഓതിയിട്ട് അതിനുശേഷം നിങ്ങളിത് എനിക്ക് ഓതിത്തരണം. ഞാൻ റൂമിലുണ്ടാവും, ഉസ്താദ് എൻ്റെ ഫാത്തിഹ ശരിയായിട്ടുണ്ടോ നോക്ക്. ഇതാരുടെ ആവശ്യമാണ്, എൻ്റെ ആവശ്യമാണ് അല്ല, പറഞ്ഞു തരില്ല, ഞാൻ പറഞ്ഞു തന്നു. ഇനി അത് അങ്ങനെയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത് നിങ്ങളാണ്. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ക്ലാസ് വേണമെങ്കിൽ യൂട്യൂബിലുണ്ട്, അത് നോക്കിയാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വീട്ടിൽ നിന്ന് കേൾക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഓതുന്നത് എന്ന്. ഇപ്പോൾ ഇത്രയും ആളുള്ളത് കൊണ്ട് ഓരോരുത്തർ ഓദിക്കുക എന്നുള്ളത് പ്രയാസമാണ്. മറ്റൊന്ന്, ഓതാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഓത്ത് ഇപ്പോൾ ഞാൻ വലിയ ഷെയ്ഖായിട്ട് നടന്നാണ് അവരിടയിൽ, ഇപ്പം ഞാൻ ഓതുമ്പോൾ അത് തെറ്റ് ഉസ്താദ് പറഞ്ഞ് എനിക്ക് മോശത്തരൽ വെച്ചിട്ട് ഓതാനും ചിലപ്പോൾ മടി ഉണ്ടാവുക. അപ്പോൾ രണ്ടു കൊണ്ടും എന്താവണമെന്നില്ല, ഇപ്പം ഞാൻ ഓദിക്കുന്നില്ല, നിങ്ങൾ റൂമിലേക്ക് വരിക, നമുക്ക് ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഒന്ന് ഓതി കേൾപ്പിക്കണം നിങ്ങൾ. അത് നിങ്ങളുടെ കടമയാണ്, വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട് അല്ലേ, എങ്ങനെ പറയാം ഒന്ന് പറഞ്ഞെല്ലാവരും.
അയ്വാ ആമീൻ. ഇങ്ങനെയാണ് അധികം ആളുകളും പറയാറുള്ളത്. അവിടെ വേണ്ട, പിന്നെ എത്രയേ വേണ്ടുള്ളൂ? നമ്മൾ താടി എന്നൊക്കെ പറഞ്ഞില്ലേ, അത്രേ നീട്ടാവും. ചിലപ്പോൾ ഫാത്തിഹ കൊണ്ട് കഴിയുമ്പോഴേക്ക് ബാക്കിന്ന് ആമീൻ എന്താ നീട്ടല്? അങ്ങനെ നീട്ടാൻ പാടില്ല. നീട്ടരുത്. പിന്നെ എന്തേ നീട്ടാവൂ? മീൻ നീട്ടാം. ഏത് നീട്ടണം? മീൻ. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ആമീൻ. ഒന്നുകൂടി. ആമീൻ. അമീനും അല്ല, ഓമീനും അല്ല, പിന്നെ എത്രയാ? ആമീൻ. ഇത് പറയൽ സുന്നത്താണ്. ഇത് ഫാത്തിഹയിൽപ്പെട്ടതാണോ? അല്ല. ഫാത്തിഹ വലദ്ദാലീൻ വരെയുള്ളൂ. ആമീൻ പറയൽ എന്താണ്? ഒറ്റക്ക് ഓതുകയാണെങ്കിലും ഇനി ഇമാമും ജമാഅത്തുമായിട്ട് ഓതുകയാണെങ്കിലും ഇമാമിൻ്റെ ഫാത്തിഹ കഴിഞ്ഞാൽ മഅ്മൂമീങ്ങൾ എന്ത് പറയണം? ആമീൻ. എപ്പോൾ പറയണം? വലദ്ദാലീൻ എന്ന് പറയുമ്പോഴേക്ക് ബാക്കുന്ന ആമീൻ അത് പറയരുത്. വലദ്ദാലീൻ എന്ന് ഇമാം ഓതിക്കഴിഞ്ഞാൽ ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന കഥ, ശ്വാസം വിടാനുള്ള സമയമൊക്കെ കൊടുത്തിട്ട് ഇമാമും മഅ്മൂമും ഒന്നിച്ച് പറയണമെന്നാണ്. നിസ്കാരത്തിൽ ഇമാമും മഅ്മൂമും ഒന്നിച്ച് പറയേണ്ടുന്ന ഒരേ ഒരു കാര്യം അതേതാണ്? അത് ആമീന. അവ ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ? മലക്കുകളും കൂടി അപ്പം ആമീൻ പറയുന്ന. ഇത് യോജിച്ച് വന്നാൽ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പം ഇനി മേലെന്താവരുത്? ഓവർടേക്ക് ചെയ്യരുത്. മനസ്സിലാവുണ്ടോ? എപ്പോഴാണ് ഇമാമിൻ്റെയും മഅ്മൂമിൻ്റെയും ആമീൻ എന്താവണം? യോജിച്ച് വരണം. അതിനെന്ത് വേണം? ഇമാമിനൊന്ന് ശ്വാസം വിടാനുള്ളൊരു സമയം കൊടുക്കണം. അതിങ്ങനെ വലദ്ദാലീൻ വരെ ഓതിയെത്തി. പ്രത്യേകിച്ച് ഈ അവസാനത്തെ ആയത്ത് വലിയ ആയത്താവുമ്പോൾ ചിലപ്പോൾ എന്താകാം? ഒറ്റ ശ്വാസത്തിലായിരിക്കും ഓതുന്നത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. ശ്വാസം വിട്ടോട്ടെ. എന്നിട്ട് ആമീൻ. എന്ത് രസമായിരിക്കും എല്ലാവരും കൂടെ ഒപ്പം പറയുമ്പോൾ. രസം മാത്രമല്ല, കൂലി എപ്പോഴാണ്? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഫാത്തിഹയിൽ എത്ര ആയത്തുകളുണ്ട്? മറന്നുപോയാ? ഉറക്കെ പറയും. എന്തിനു പേടിക്കുന്നത്? 7 ആയത്തുണ്ട്. മാഷാ അല്ലാ. എവിടെ മുതൽ ആയത്ത് തുടങ്ങുന്നത്? അഊദ് മുതലല്ലേ തുടങ്ങുന്നത്? അഊദ് മുതലല്ലേ തുടങ്ങുന്നത്? അല്ല, ബിസ്മി മുതലാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് ബിസ്മി മുതലാണ് 7 ആയത്തുള്ളത്. ഓക്കെ അല്ലേ? ഫാത്തിഹയിൽ 156 അക്ഷരമുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു പണി തരാം. വെറുതെ ഇങ്ങനെ കേട്ടാൽ പറഞ്ഞു. നിങ്ങൾക്കും വേണ്ട ഒരു പണി. നിങ്ങൾ ഫാത്തിഹ മറിച്ച് നോക്കിയിട്ട് അറബി അക്ഷരങ്ങളിൽ ഫാത്തിഹയിലില്ലാത്ത എത്ര അക്ഷരമുണ്ട് നിങ്ങളൊന്ന് നോക്കണം. ഒരു കൂലിയുള്ള കാര്യമാണ്. നിങ്ങൾ നോക്കിക്കോളി. അറബി അക്ഷരങ്ങൾ 28 ആ 28 അക്ഷരത്തിൽ ഫാത്തിഹയിൽ വരാതെ ഉള്ള അക്ഷരങ്ങൾ ആരൊക്കെയാണ്, ഏതൊക്കെയാണ്, എത്ര ഉണ്ട് എന്ന് ജസ്റ്റ് നോക്കിക്കോളി. എന്താണ് തുൽഹത്ത് ഭായി നോക്കുന്നത്? റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് ഒന്ന് നോക്കിയിട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്കൊന്ന് ഉറക്കെ ഒന്ന് ഉഷാറിൽ. എല്ലാം റെഡിയല്ലേ? നോക്കാം. അഊദ് ഓതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഊദ് ചൊല്ലൽ ഉറക്കെ പറയും. സുന്നത്താണ്. എപ്പോൾ ഓതുകയാണെങ്കിലും എവിടെ നിന്ന് ഓതുകയാണെങ്കിലും നിസ്കാരത്തിൽ ഓതുകയാണെങ്കിലും അല്ലേ? എന്നാൽ നമുക്കത് ആദ്യം തന്നെ അതിൻ്റെ ചിട്ടയോടെ തന്നെ ആവാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. എങ്ങനെ? ആമീൻ. ഇപ്പോഴും ഇഹ്ദിന പറഞ്ഞപ്പോൾ യഹ്ദീന എന്ന് പറഞ്ഞവരുണ്ട് ഇതിൽ. യാ അല്ല, പിന്നെ ഈ ഈ ഇഹ്ദീന ഇഹ്ദീന പറഞ്ഞേ. ഇഹ്ദീന 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 ഈ ഈ എന്ന് പറയരുത്. ഈ ഈ ഇഹ്ദീന. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അർത്ഥമാണ്. നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ കൈകെട്ടിയിട്ട് നമ്മളിങ്ങനെ നിന്നിട്ട് അള്ളാഹിനോട് എന്താ നമ്മൾ പറയുന്നത്? നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവോടുള്ള മുനാജാത്താണെന്ന്. അള്ളാഹുവോട് സംവദിക്കുകയാണ് നമ്മൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൽ അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തി, അല്ലേ? സംവദിച്ചില്ലേ? അങ്ങനെ സംവദിച്ച് തിരിച്ചു വരുമ്പോൾ കിട്ടിയതാണ് നിസ്കാരം. ആ നിസ്കാരം നമ്മുടെയും ഒരു മിഅ്റാജാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മളൊരു പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാൽ എന്ത് ഭവ്യതയാണ്. ഇങ്ങനെ ഭയങ്കര സൈലൻ്റായി നിൽക്കൂലേ? അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഒരു സൈലൻ്റ് എന്താ വരാത്തേ? അതുകൊണ്ട് കൈകെട്ടി നമ്മളിങ്ങനെ നിന്നു, മറ്റു ചിന്തകളൊക്കെ മാറ്റിവെക്കുക. ഇതെൻ്റെ അവസാന നിസ്കാരമായേക്കാം എന്ന് ചിന്തിക്കുക. അങ്ങനല്ലോ, അവസാനത്തേതാകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഇതിൻ്റെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ചെയ്യുന്ന കാര്യത്തിൽ ഒരു ആവേശം, താല്പര്യം ഉണ്ടാവും. അങ്ങനെ തന്നെയല്ലേ? ഇതിൻ്റെ അവസാനത്തെ കാഴ്ചയെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ കാണൂലേ? എന്തെങ്കിലും ആരും മിണ്ടാത്തേ? ഇത് അവസാനത്തെ കാഴ്ചയെന്ന് പറയുമ്പോൾ നമ്മളെന്താകും? ഒന്നും കൂടി കാണൂലേ? എന്നതുപോലെ നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവാൻ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത് ഇതിൻ്റെ അവസാനത്തെ നിസ്കാരം എന്ന് വിചാരിച്ചാൽ മതി. ചിലപ്പോൾ ആയിക്കൂടെ. ഇപ്പോൾ അടുത്ത ളുഹറിന് നമ്മൾ ആരൊക്കെ ഉണ്ടാവും വല്ല ഉറപ്പുണ്ടോ നമുക്ക്? ഇല്ല, പിന്നെന്താ? അപ്പോൾ അങ്ങനെ കൈകെട്ടി നമ്മളിങ്ങനെ നിന്ന് ഔദു ഓതുകയാണ്. ആദ്യം വജ്ജഹത്ത് ഓതും നമ്മൾ, അല്ലേ? ആദ്യം എന്ത് ചെയ്യും? വജ്ജഹത്ത് ഓതും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വജ്ജഹത്ത് ചൊല്ലാൻ കഴിയാത്തവർ സമയമില്ലെങ്കിൽ ആ ചുരുങ്ങിയ ദിക്ർ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക പറഞ്ഞില്ലേ? അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാത്തിഹയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ ഔദു ഓതണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഔദു ചൊല്ലുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ എന്താ? ഔദിൻ്റെ അർത്ഥം, ഔദിൻ്റെ അർത്ഥം പറയും. കാവൽ തേടുകയാണ്. എങ്ങനെ അർത്ഥം പറയാം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. അത് ശരിക്കും അർത്ഥം അറിഞ്ഞ് ചൊല്ലിയാൽ തന്നെ നിസ്കരിക്കുമ്പോൾ ശൈത്താനായിട്ട് മാറിയെന്നോളൂ. സത്യത്തിൽ നിസ്കരിക്കാൻ നിന്നാലാണ് എല്ലാ ഓർമ്മകളും ചിന്തകളൊക്കെ നമുക്ക് വരിക. ആരെങ്കിലും കാശ് കടം വാങ്ങിയത് തരാനുണ്ടോ? ഇതൊക്കെ ഓർമ്മ വരും. പണ്ട് ഒരു ഉമ്മാമ ചായ കച്ചവടം നിർത്തിയപ്പോൾ നിസ്കാരം നിർത്തി തരാം. അപ്പോൾ എൻ്റെ നിസ്കാരം നിർത്തി ചോദിച്ചപ്പോൾ ഉമ്മാമ പറഞ്ഞതരാം, അതേ വൈകുന്നേരം കയ്യണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ആരൊക്കെ കടം കുടിച്ചെന്ന് ഓർമ്മ വരും. ഏതായാലും ഇപ്പോൾ നിസ്കാരം നിർത്തി, അല്ല കച്ചവടം നിർത്തി, ഇനി എന്തിനാ നിസ്കാരം എന്ന് ചോദിച്ച പോലെ പക്ഷേ കൈ കൊണ്ട് കെട്ടിയാൽ ഇങ്ങനെ വരും ഓർമ്മയിലേക്ക്. അപ്പോൾ ആദ്യമേ അഊദു അങ്ങോട്ട് മനസ്സറിഞ്ഞ് ചൊല്ലുക. എന്നിട്ട് നമ്മൾ ഫാത്തിഹയിലേക്ക് കിടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ അതിൻ്റെ അർത്ഥം? ബിസ്മില്ല, ഞാൻ തുടങ്ങുന്നു, ഞാൻ തുടങ്ങുന്നു. എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. എന്താണ്? റഹ്മാനും റഹീമുമായ. നോക്കിയേ, നമ്മൾ റഹ്മത്തിൻ്റെ 10 അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ വിശേഷണമാണ് റഹ്മാൻ റഹീം എന്നത്. ഈ ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെടുന്ന നാമവും റഹ്മാനും റഹീമുമാണ്. രണ്ടും കരുണയുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലാവുണ്ടോ? ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ റഹ്മാൻ. അതാണ് അള്ളാഹിൻ്റെ പ്രത്യേകത. എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ. അവിടെ ജാതിയോ മതമോ അള്ളാഹിനെ സ്നേഹിച്ചവരോ അള്ളാഹിനെ ധിക്കരിച്ചവരോ ഒന്നുമില്ല, എല്ലാവർക്കും ഉണ്ട്. റഹീം എന്നാൽ മറ്റൊരു കാരുണ്യമുണ്ട്. അതേതാണ്?
ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് നാളെ പരലോകത്ത് വെച്ച് പ്രത്യേകമായി കരുണ ചെയ്യും. ആകയാൽ അതാണ് നമ്മൾ ആദ്യം ചൊല്ലുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മുടെ മനസ്സിന് ഓർമ്മ എന്ത്? റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഉറക്കെ പറയും, ഞാൻ തുടങ്ങുന്നു. ഇനി ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് നമ്മുടെ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ചൊല്ലണമെന്നാണ്. എന്തിനുമേതിനും ബിസ്മില്ലാ, നമുക്ക് ചൊല്ലാം ബിസ്മില്ലാ. നമ്മൾ ഒരു സാധനം വാങ്ങുകയാണ്, കൊടുക്കുകയാണ്, എടുക്കുകയാണ്, തുറക്കുകയാണ്, കയറുകയാണ്, ഇവിടെയൊക്കെ എന്ത് വേണം? വാഹനത്തിൽ കയറാവട്ടെ, വീട്ടിൽ കയറാവട്ടെ, പള്ളിയിൽ കയറാവട്ടെ, ഒരു ഓഫീസിൽ കയറാവട്ടെ, കടയിൽ കയറാവട്ടെ, കടയുടെ ഷട്ടർ പൊക്കാവട്ടെ, തുറക്കാവട്ടെ, വാഹനത്തിൽ കയറാവട്ടെ, അത് സ്റ്റാർട്ട് ചെയ്യാവട്ടെ, ഇപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉറക്കെ പറയും, ബിസ്മി കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ബിബിസ്മില്ലാഹി ഫഹുവ അബ്തറൂന. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഒരു നല്ല കാര്യത്തിലും ബറക്കത്തുണ്ടാവില്ല. ബിസ്മി കൊണ്ട് തുടങ്ങിയാലേ അതിലെന്തുണ്ടാവുള്ളൂ? ബറക്കത്തുണ്ടാവുള്ളൂ. കഴിക്കുമ്പോൾ ഉമ്മമാർ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി കലം വെച്ച് അതിൽ വെള്ളമൊഴിച്ച് അതങ്ങോട്ട് വെക്കുമ്പോൾ, ഇറക്കുമ്പോൾ ഒക്കെ ബിസ്മിയാണ്. ഇനി നമ്മൾ അമുസ്ലിമിനാണ് കൊടുക്കുന്നതെങ്കിലും നമ്മൾ ബിസ്മി ചൊല്ലണം. അയാളെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ബിസ്മി ചൊല്ലി വാങ്ങണം. അതിലൊരുപാട് പ്രത്യേകതകളുണ്ട്. ബിസ്മി എപ്പോഴും കൂടെ പിടിക്കണം. ഏതുവരെ ബിസ്മി ഇല്ലെങ്കിൽ അവിടെ ആര് കൂടെ ഉണ്ടാകും? അതിലൊക്കെ ഒരു പങ്ക് പിശാചിനുണ്ടാകുന്ന. അപ്പോൾ നമ്മൾ നമ്മുടെ ഇണയുമായി ശാരീരിക ബന്ധം നടത്തുകയെന്ന് വിചാരിച്ചോ, ആ സമയത്ത് നമ്മൾ ബിസ്മി ചൊല്ലാതെയാണത് തുടങ്ങിയത് എങ്കിൽ അവിടെ ഇതിൽ ആര് കൂടെ കൂടും? പിശാചും കൂടെ കൂടുമെന്ന് മുത്ത് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് പറഞ്ഞത്, ബിസ്മി ചൊല്ലാതെയുണ്ടായ മക്കളിൽ പിശാചിൻ്റെ ഇടപെടൽ വല്ലാതെ ഉണ്ടാകും. ബിസ്മി ചൊല്ലിയുണ്ടായ മക്കളാണെങ്കിൽ പിശാച് അവരെ ബാധിക്കുകയില്ലെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഏത് കാര്യത്തിലും ബിസ്മിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? അള്ളാനെ ഓർത്ത് ചെയ്യാന്നാണ്. ഏതൊരു കാര്യത്തിനും ആരെ ഓർക്കുക? പറയൂ, അള്ളാനെ ഓർക്കുക. ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. അപ്പം അതുകൊണ്ട് നമ്മൾ ബിസ്മി ചൊല്ലിയാണ് ഏതൊരു കാര്യവും തുടങ്ങേണ്ടത്. ബിസ്മിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 19 അക്ഷരമാണ് എന്തിനുള്ളത്? ഉറക്കെ പറയാം, ബിസ്മിക്കുള്ളത്. നരകത്തെ കാക്കുന്ന മലക്കുകളും 19. നരകത്തെ കാക്കുന്ന മലക്കുകൾ 19. അപ്പോൾ ബിസ്മി ഇങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ നരകത്തെ കാക്കുന്ന മലക്കുകൾ നമ്മൾ തൊടൂല എന്നാണ് പറഞ്ഞ. മനസ്സിലാവുണ്ടോ? അപ്പോൾ എപ്പോഴും ബിസ്മി ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ ഓർമ്മ മനസ്സിൽ വേണം. നരകത്തെ കാക്കുന്ന മലക്കുകളുടെ കയ്യിൽ പെടാതിരിക്കാനും കൂടിയാണ് ഞാൻ എന്ത് ചെയ്യണത്? ബിസ്മി ചൊല്ലുന്നത്. ഓക്കെ. ഇനി നിങ്ങൾ 786 എന്ന് കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ ആളുകൾ എഴുതിയിരുന്നൊരു കാര്യമാണ് 786. ഈ 786 എന്ന് പറഞ്ഞാൽ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ ഒരു കണക്കാണ്. അതൊരു കണക്കാണ്. ഇൻഷാ അല്ലാഹ് അതും തുടർന്നുള്ള ബാക്കി ആയത്തുകളുടെ വിശദീകരണങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പങ്കുവെക്കാം. റഹ്മാനും റഹീമുമായ റബ്ബ് തആല പരിശുദ്ധ ഖുർആൻ ആഴത്തിലറിയാനും അത് പഠിക്കാനും അത് നെഞ്ചിലേറ്റാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പാരായണം ചെയ്തതിൽ വന്നുപോയ കുറവുകളും പിഴവുകളൊക്കെ പുറത്ത് എണ്ണിയാലൊടുങ്ങാത്തത്ര പ്രതിഫലം തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് ഖുർആൻ്റെ തണലും തുണയും 2 ലോകത്തും ഞങ്ങൾക്ക് തന്ന് സ്വർഗത്തിൽ കുടുംബസമേതം ചേർത്ത് തരണേ അല്ലാഹുവേ, ഖുർആൻ്റെ പ്രഭ ഞങ്ങളുടെ ഖൽബകങ്ങളിൽ നിറച്ചു തരണേ റഹ്മാനേ. ഖുർആൻ്റെ അഹ്ലുകാരാക്കി ഞങ്ങളുടെ അഹ്ലുകാരെ മാറ്റിത്തരണേ ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്.